ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എസ്.എൻ ഓട്ടോമൊബൈൽസ് നെടുമങ്ങാട് എന്ന് പറയുന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇത് മാരുതി സുസുക്കി ബ്രസ 2017 മോഡലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസോട് കൂടി നമുക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. ഈ ഒരു വാഹനം അങ്കമാലിയിൽ നിന്ന് ഓടി നമ്മളെ വർക്ക്ഷോപ്പിൽ എത്തിയതാണ്. ഒരു മാസം മുന്നേ എന്നെ വിളിച്ച് ബുക്ക് ചെയ്തായിരുന്നു. ഇത് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറിൻ്റെ ഒരു വാഹനമാണ്. അപ്പോൾ ഒരു മാസം മുന്നേ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തു. ലീവിന് വരുമ്പോൾ വാഹനമായിട്ട് എത്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ എത്തിയിട്ടുണ്ട്. അവർ വെളുപ്പിന് തിരിച്ചു. രാവിലെ ഒരു 9 മണിക്ക് വർക്ക്ഷോപ്പിലെത്തി. 9:30 നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ക്ലച്ച് മാറണം, അതുപോലെ തന്നെ ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറ്റണം, EGR ക്ലീനിങ്, ഇൻ്റർകൂളർ, സൈലൻസർ, പിന്നെ 4 വീല് ബ്രേക്ക്. ഒരു വാഹനത്തിന് എന്തൊക്കെ വർക്കുണ്ടോ അതെല്ലാം നമുക്ക് ഇതിനോടൊപ്പം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു വാഹനത്തിന് 2 ദിവസത്തെ വർക്കാണ്. അപ്പോൾ ഒരു ദിവസം കസ്റ്റമർ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഇത് വാഹനത്തിന് കൊടുത്തു വിടാം. പക്ഷേ ഇത് ടൈമിംഗ് ചെയിൻ മാറ്റുമ്പോൾ നമുക്ക് ഇതിൽ പാക്കിംഗ് വരത്തില്ല ക്രാങ്കേഴ്സിന്, ഓയിൽ പാനിൽ. അപ്പോൾ അത് നമുക്ക് പശ വെച്ച് നമുക്ക് ഒട്ടിച്ച് വിടാനേ പറ്റത്തുള്ളൂ. അത് ഒരു 4-5 മണിക്കൂർ, മിനിമം ഒരു 4-5 മണിക്കൂർ, ഒരു ദിവസം ഫുൾ ഇട്ടിരുന്നാലും ഒരു 12 മണിക്കൂർ ഇട്ടിരുന്നാലും അത്രത്തോളം നല്ലതായിരിക്കും. ലീക്കേജ് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന് കസ്റ്റമറിനോട് പറഞ്ഞു. അങ്ങനെ വന്നു, നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 4 വീല് നമ്മൾ റാമ്പിലിട്ട് ഇളക്കിയായിരുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ക്ലച്ചാണ്. ക്ലച്ച് ഇളക്കി EGR ക്ലീൻ ചെയ്തതിന് ശേഷം ടൈമിംഗ് ചെയിൻ ഇളക്കി സസ്പെൻഷൻ നോക്കി 4 വീല് ബ്രേക്ക്, സർവീസ് വർക്കും ഉണ്ട്. സർവീസ് വർക്ക് എന്ന് പറയുമ്പോൾ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ബോക്സ് ഓയിൽ, ഡീസൽ ഫിൽറ്റർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം. അതിനോടൊപ്പം വാട്ടർ പമ്പ്, ബെൽറ്റ്, വാട്ടർ പമ്പ് ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യണം. തെർമോസ്റ്റാറ്റ് വാൽവ് മാറണം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ് ആയാലും പക്ഷേ 70,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അടുത്ത 1,00,000 കിലോമീറ്റർ സുഖമായിട്ട് ഓടാൻ പറ്റും. പിന്നെ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ കുറയും. ഓരോ വർക്കായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ലേബർ അധികം കൂടും. അതിപ്പോൾ നമ്മളെന്നല്ല, എവിടെ ചെയ്താലും ലേബർ അധികമാവും. അപ്പോൾ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടൊപ്പം നമുക്ക് 4 വീല് ബ്രേക്കിൻ്റെ വർക്ക്, സസ്പെൻഷൻ്റെ വർക്ക്, അതുപോലെ തന്നെ സർവീസ് വർക്ക്, ഇതെല്ലാം ലേബർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ടൈമിംഗ് ചെയിൻ, EGR ക്ലച്ച്, ഈ 3ൻ്റെ ലേബർ മാത്രമേ നമ്മൾ ഇതിനോടൊപ്പം കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്ററും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക്. അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഓണറാണ് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 72,240 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, 1,00,000 കിലോമീറ്ററിലല്ലേ ടൈമിംഗ് ചെയിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത്? അത് നമുക്ക് 10 വർഷ കാലാവധി ഇല്ലെന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്റർ. അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിന് കസ്റ്റമറിൻ്റെ നിർബന്ധ പ്രകാരം ഒരുമിച്ച് ചെയ്ത് ഇറക്കാം. വേറെ രണ്ടാമത് ഇനി വർക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് ഇറക്കുന്നത്. അത് നേരത്തെ മാറിയെന്നും പറഞ്ഞ് വേറെ ഇഷ്യൂ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നേരത്തെ മാറുന്നത് എത്രയും നല്ലതായിരിക്കും, എൻജിൻ ലൈഫ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ കണ്ടല്ലോ, ഇത് നല്ല സിംഗിളായിട്ട് യൂസ് ചെയ്യുന്ന വൽവ് കുറഞ്ഞിട്ടുണ്ട്. നല്ല ബ്ലാക്ക് സ്മോക്ക് ഉണ്ടായിരുന്നു, നല്ല പുള്ളിങ് കുറവുണ്ടായിരുന്നു, ലാഗായിരുന്നു, ടർബോ ലാഗായിരുന്നു. അപ്പോൾ EGR ആണ് മൊത്തത്തിൽ ബ്ലോക്ക്. അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ക്ലച്ച് നല്ല ഹാർഡാണ് കേട്ടോ, നല്ല ടൈറ്റാണ്. ഇതെല്ലാം ടൈറ്റെല്ലാം മാറ്റി ക്ലച്ച് ഇപ്പോൾ ഹാഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ടുണ്ട്, റിവേറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥ ആയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പരിഹരിച്ച് പുതിയ ക്ലച്ച് ഇതെല്ലാം മാറ്റി വിടുന്നതായിരിക്കും. ഇത് സുസുക്കി DDIS സ്വിഫ്റ്റിൻ്റെ എഞ്ചിനാണ്. എർട്ടിഗ സെയിം ടർബോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിൽ. അപ്പോൾ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ നമുക്ക് ക്ലച്ച് ഇളക്കിയിട്ട് നോക്കാം ഡീറ്റെയിൽ. അങ്ങനെ ബ്രസയുടെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇതാണ് DDIS എന്ന് പറയുമ്പോൾ, സുസുക്കി DDIS. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിൻ്റെ ക്ലച്ചാണ് നമ്മൾ ഇളക്കുന്നത്. പക്ഷേ ഇതിൽ ടർബോ വഴി നല്ല ഓയിൽ കയറുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇൻ്റർകൂളറൊക്കെ ഇളക്കി ക്ലീൻ ചെയ്ത് EGR ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിലിൻ്റെ അളവ് കയറി ലീക്കേജ് ആവുന്നത് കുറയും. അപ്പോൾ നമുക്ക് EGR നല്ല ബ്ലോക്ക് ആകുമ്പോഴാണ് ടർബോ എന്ന് പറഞ്ഞ എഞ്ചിൻ ഓയിൽ ഇതുവഴി ഇല്ലറ്റിലോട്ട് കയറിപ്പോയി രാവിലെ മോർണിംഗ് സമയത്ത് വൈറ്റ് സ്മോക്ക് ഉണ്ടാവണം. അതെല്ലാം നമ്മൾ ഇതിനോടൊപ്പം പരിഹരിക്കും. ബാറ്ററി ഇളക്കണം, ഫൗണ്ടേഷൻ കാര്യങ്ങൾ, 4 വീല് ബ്രേക്ക് വീലൊക്കെ ഇളക്കിയിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹോസ് ക്ലിപ്പ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇളക്കണം. ക്ലച്ചിൻ്റെ പൈപ്പുകൾ ഹൈഡ്രോളിക്കാണ് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യുന്ന പൈപ്പ് നമ്മൾ ഇളക്കി വിടണം. അതുപോലെ തന്നെ ഗിയറിൻ്റെ കേബിളുകൾ, ഫൗണ്ടേഷൻ, ചുറ്റുബോൾട്ട് എല്ലാം, ഗിയർ ബോക്സ് ഓയിൽ ചോർത്തണം, എഞ്ചിൻ ഓയിൽ ചോർത്തണം, കൂളൻ്റ് ചോർത്തണം. ഇതെല്ലാം ആയാൽ മാത്രമേ നമുക്ക് ഗിയർ ബോക്സ് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് വർക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് മേളിലുള്ള കാര്യങ്ങളെല്ലാം, സെൻസറെല്ലാം ഊരിയിട്ടതിന് ശേഷം നമുക്ക് EGR ഇപ്പോൾ നമ്മൾ ക്ലച്ചുമാണ് ഫസ്റ്റുള്ള വർക്ക്. അങ്ങനെ ആദ്യത്തെ വർക്കായ ക്ലച്ച് നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ EGR കൂടി ഇളക്കുകയാണ്. EGRലുള്ള മാനിഫോൾഡിനകത്ത് വരുന്ന ബ്ലോക്ക് കരി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി തന്നെ കാണാം. അപ്പോൾ ഗിയർ ബോക്സ് ഈ ഭാഗത്താണ് വരുന്നത്. അതെല്ലാം നമ്മൾ ഇളക്കി മാറ്റി ഈ കാണുന്നതാണ് ഗിയർ ബോക്സ്. ഈ ഗിയർ ബോക്സ് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ക്ലച്ച് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ സ്ലാബ് സിലിണ്ടറാണ്. സ്വിഫ്റ്റ് ഡീസൽ സെയിം ഗിയർ ബോക്സ് ആണിത്.
ഇതിൽ ക്ലച്ച് സ്ലാബ് സിലിണ്ടർ ഏത് വർഷമാണ് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ വണ്ടി ഇറങ്ങിയ ഇയറാണ് 2017 ഇതിൽ ഇയർ കൊടുത്തിട്ടുള്ളത്. സ്ലാബ് സിലിണ്ടർ ലീക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഗിയർ സീലും ലീക്കുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഗിയറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ സീലുണ്ട്, ഒരു 30 രൂപ വിലയുള്ളൂ. പക്ഷേ ഈ ഓയിൽ സീൽ മാറ്റി കയറ്റുന്നതായിരിക്കും വൃത്തി. എന്ന് വെച്ചാൽ ഓയിൽ ലീക്കായി കഴിഞ്ഞാൽ ക്ലച്ചിൽ പിടിച്ച് കഴിഞ്ഞാൽ ക്ലച്ച് സ്ലിപ്പായി കഴിഞ്ഞാൽ വണ്ടി റൈസിങ് ഉണ്ടാവും. റൈസിങ് ഉണ്ടായാൽ വണ്ടി വലിക്കത്തില്ല, മൂവിങ് ഉണ്ടാവത്തില്ല, മൈലേജ് കുറയും, പിന്നെ ഒരുപാട് കംപ്ലയിൻറ്റ് വരും. അപ്പം സ്ലാബ് സിലിണ്ടർ മാറ്റുമ്പോൾ ടോപ്പ് ഗിയർ, ഓയിൽ സീൽ, അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ക്ലച്ച് കറക്റ്റ് ടൈമാണ് കേട്ടോ. ഇത് റിവേറ്റ് പിടിക്കുന്ന ആ ഒരു അവസ്ഥ ആയിട്ടുണ്ട്, മൊത്തം മട്ടമായിട്ടുണ്ട്. ഇതിൻ്റെ ലൈനറെല്ലാം തേഞ്ഞ് തീർന്ന് തിക്നെസ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടി തിക്നെസ് കട്ടി കൂടുതലായിരിക്കും. അത് നമ്മൾ ഓടും തോറും തീർന്ന് ലൈനറെല്ലാം റിവേറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ക്ലച്ചിൽ 2 ടൈപ്പ് ക്ലച്ചുണ്ട്, ഒന്ന് വാലിയോ ഉണ്ട്, ഒന്ന് ലുക്കുണ്ട്. ലുക്കായിരിക്കും ബ്രിസ, അതുപോലെ തന്നെ ബലേനോ, സിയാസ് അങ്ങനെയൊക്കെ വാഹനങ്ങളിൽ ലുക്കായിരിക്കും വരുന്നത്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും വേറെ വിഷയങ്ങളൊന്നുമില്ല. സെയിം എഞ്ചിനും സെയിം ഗിയർ ബോക്സുമാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ക്ലച്ചിൻ്റെ അവസ്ഥ ഇതാണ്. ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം റിവേറ്റ് പിടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കളറിൽ വ്യത്യാസം വന്നതും ഇതിൻ്റെ ഫേസിങ് കറക്റ്റ് അല്ലാതെ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റും ലുക്കാണ്, രണ്ടും ഒരേ കമ്പനിയാണ്, സെറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എപ്പോൾ ക്ലച്ച് മാറിയാലും സെറ്റായിട്ട് തന്നെ മാറാൻ നോക്കുക. അതിനോടൊപ്പം അതിൻ്റെ സ്ലാബ് സിലിണ്ടറും ടോപ്പ് ഗിയർ, ഓയിൽ സീലും, ആക്സിൽ സീലും അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർത്ത് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. ഗിയറിൻ്റെ കേബിൾ, ഗിയറിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ഗിയർ ബുഷ് ഇതാ ഈ കാണുന്നതാണ് ഗിയറിൻ്റെ ബുഷ്. ഇത് ഒരു സൈസ് റബ്ബറാണ് വരുന്നത്. ഇത് ഹാർഡാവും, ചൂടാവും തോറും ഹാർഡായി ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഗിയർ വീഴത്തില്ല. ഗിയർ വീഴാതെ വരുമ്പോൾ 3ഉം 4ഉം മാത്രമേ വീഴുള്ളൂ. ഫസ്റ്റ്, സെക്കൻഡ്, 5 റിവേഴ്സ് ഇത്രയും ഗിയർ വീഴത്തില്ല. അതാണ് ഇത് സെലക്ടർ ഷിഫ്റ്ററിൻ്റെ കേബിളിൽ വരുന്ന ബുഷാണ്. ഈ ബുഷിന് 30 രൂപ വിലയുള്ളൂ. പക്ഷേ ഈ ബുഷ് പോയി കഴിഞ്ഞാൽ ക്ലച്ച് താങ്ങി ഓടി ക്ലച്ച് തീർന്ന് പിന്നെ ബ്രേക്ക് ഡൗൺ ആയി കെട്ടി വലിച്ച് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടാവും ഈ ഒരു 30 രൂപ ബുഷിനെ കരുതി. അപ്പോൾ എപ്പോൾ നമ്മൾ ഒരു 5 വർഷ കാലാവധിയൊക്കെ ആകുമ്പോൾ ഈ ഒരു ബുഷ് മാറ്റാൻ വേണ്ടി നിങ്ങൾ നോക്കുക. 2 ബുഷ് വരും, ഒന്ന് ഗിയർ ലിവറിൻ്റെ അവിടെ വരും, ഒന്ന് ഗിയർ ബോക്സിൻ്റെ അവിടെയും വരും. ഈ 2 ബുഷും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് സ്പെയറൊക്കെ മേടിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അതിനോടൊപ്പം EGR നമ്മളിപ്പോൾ ഇളക്കുകയാണ്. EGR മാനിഫോൾഡ്, EGR, അതിനോടൊപ്പം തെർമോസ്റ്റാറ്റ് വാൾവ്, ഇതെല്ലാം നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കിയപ്പോൾ സസ്പെൻഷനിൽ സ്റ്റഡ് മൗണ്ട് ചെറിയൊരു വിഷയമുണ്ട്. ഈ കാണുന്ന ഷോക്ക് അബ്സറിൻ്റെ മൗണ്ടിങ് ചെറിയൊരു വിഷയം. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് റാഡ് കംപ്ലയിൻ്റ് ഉണ്ട്. ലിങ്ക് റാഡ് നമുക്ക് ചേഞ്ച് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാലൻസ് റാഡ് ബുഷ്, ഇതായി കാണുന്ന ബാലൻസ് റാഡ് ബുഷും മാറണം. ലിങ്ക് റാഡ് ഇതായി കാണുന്നതാണ് കേട്ടോ. അത് മൊത്തം ലൂസായി പോയതാണ്. ഇത് കട്ടറിൽ കയറുമ്പോൾ ലോഡ് കൂടി ഇതിനകത്തുള്ള ബോൾ ജോയിൻറ്റ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ലിങ്ക് റാഡ് പോകുന്നത്. ലിങ്ക് റാഡ് പോയി കഴിഞ്ഞാൽ വണ്ടി സൗണ്ടിന് വ്യത്യാസം വരും, അബ്നോർമൽ സൗണ്ടൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസർ ലിങ്ക് റാഡാണ്. വണ്ടി സ്റ്റെബിലിറ്റി കൊടുക്കാനുള്ള ബാലൻസ് റോഡും സ്റ്റെബിലൈസറും. അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് വീല് ഗട്ടറിൽ വീണ് കഴിഞ്ഞാൽ വേറൊരു സൈഡ് എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് നിർത്തുവാനുള്ള സ്റ്റെബിലൈസർ ലിങ്ക് റാഡാണ്. ഷോക്ക് അബ്സറിലായിരിക്കും വരുന്നത് ഫ്രണ്ട് സ്റ്റഡിൽ. അപ്പോൾ ബ്രേക്ക് പേഡൊക്കെ അത്യാവശ്യം ഓടാനുണ്ട്. നമ്മൾ ബാക്ക് വീൽ ഇളക്കിയായിരുന്നു. അതും വേറെ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഷോക്ക് അബ്സറും വേറെ വിഷയമൊന്നുമില്ല. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ EGRലെ മാനിഫോൾഡ് നമ്മൾ ഇളക്കിയെടുത്തു. അതുപോലെ തന്നെ ഇതാണ് EGR വാൾവ്. ഇതിലാണ് എത്രത്തോളം കാർബൺ ഡെപ്പോസിറ്റ് കയറി അടയുന്നത് ഇതായി കാണുന്നതാണ്. അപ്പോൾ ഇതിൽ മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കും. മാനിഫോൾഡ് ഇളകി വന്ന ഭാഗ്യമൊന്നും വേണം പറയാൻ. എന്ന് വെച്ചാൽ നല്ല രീതിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിനകത്തുള്ള കരിയുണ്ടോ മൊത്തത്തിൽ ബ്ലോക്കഡാണ് കേട്ടോ. മൊത്തം കാർബൺ ഡെപ്പോസിറ്റ് കയറി അടഞ്ഞ് ബ്ലോക്കായിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ബ്ലാക്ക് സ്മോക്ക്, അതുപോലെ തന്നെ മൈലേജ് ഷോർട്ടേജ് ഇതെല്ലാം ഉണ്ടാകും. അതെല്ലാം നമുക്ക് പരിഹരിക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻ്റർകൂളർ ഇളക്കി ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ സൈലൻസർ ക്ലീൻ ചെയ്യണം. EGRലുള്ള ഫുൾ സെറ്റ് നമ്മൾ ഇളക്കി. ഇതിൻ്റെ ഹോസുകൾ കംപ്ലീറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായി കാണുന്ന ഹോസൊക്കെ ഹാർഡായിട്ടുണ്ട്. കൂളൻ്റ് ലൈനാണ്. എവിടെയെങ്കിലും ചെറിയ ഹോൾസ് പൊത്തലൊക്കെ ഉണ്ടെങ്കിൽ കൂളൻ്റ് ലീക്കേജ് വരും, ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാവും. അതെല്ലാം നമുക്ക് പരിഹരിക്കാനാണ്. EGR ഇളക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത 1,00,000 കിലോമീറ്റർ നമുക്ക് ധൈര്യമായിട്ട് ഓടാവുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെയറെല്ലാം മേടിച്ചായിരുന്നു. ഇതായി കാണുന്ന മാരുതി സുസുക്കിയുടെ ജെനുവൻ പാർട്സ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ക്ലച്ചാണ്. മാരുതിയുടെ ജെനുവൻ വരുമ്പോൾ ഏകദേശം റേറ്റ് വരുമ്പോൾ പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 3625 രൂപയാണ് ഇതിൻ്റെ ക്ലച്ച് കവർ അസംബ്ലി വരുമ്പോൾ, ഫുൾ സെറ്റ് വരുമ്പോൾ. പിന്നെ അതിൻ്റെ സ്ലാബ് സിലിണ്ടറാണ് ഇതായി കാണുന്നത്.
3590 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ. സ്ലേവ് സിലിണ്ടർ, ക്ലച്ച് അസംബ്ലി, ക്ലച്ച് ഓപ്പറേറ്റിംഗ് എന്നാണ് പറയുന്നത്. പാർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ തെർമോസ്റ്റാറ്റ് വാൾവാണ്. ഇതിൽ ചെറുതും വലുതും വരും. ബ്രസ അതുപോലെ തന്നെ SX4, എർട്ടിഗ ഇതെല്ലാം ചെറിയ തെർമോസ്റ്റാറ്റാണ്. കുറച്ച് നീളം കൂടിയതാണ് പഴയ മോഡൽ സ്വിഫ്റ്റ് അങ്ങനത്തെ വാഹനങ്ങളിൽ. ഇത് 1965 പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഹൗസിംഗ് അസംബ്ലി തെർമോസ്റ്റാറ്റാണ്. പിന്നെ ഡീസൽ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ എടുത്തിട്ടുണ്ട്. ബാലൻസ്ഡ് ബുഷ്, പിന്നെ ടൈമിംഗ് ചെയിൻ്റെ കാര്യങ്ങൾ. ഇത് ടൈമിംഗ് ചെയിനാണ്. ഇത് മാരുതിയുടെ ജെനുവിനാണ്. 2 ഗൈഡ്, അഡ്ജസ്റ്റർ, പിന്നെ സ്പ്രോക്കറ്റ് 2 എണ്ണം, ക്രാങ്കും കേമും സ്പ്രോക്കറ്റ്, പിന്നെ ഫ്ലൂയിഡ് എടുത്തിട്ടുണ്ട്. ഈജാറിൻ്റെ ഹോസ്, തെർമോസ്റ്റാറ്റ് മിനി ഹോസ്, ഗിയറിൻ്റെ ബുഷ് വരുന്നത് റബ്ബറാണ്. അപ്പോൾ ഇതിൽ ഹോസ് ക്ലിപ്പുകൾ, ടോപ്പ് ഗിയർ, ഓയിൽ സീൽ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇടേണ്ട സ്റ്റഡ് മൗണ്ട് കിട്ടണം. പിന്നെ 3 ബോണ്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് ക്രാങ്കേഴ്സ് ഒട്ടിച്ചിടാനുള്ള 3 ബോണ്ട് പേസ്റ്റാണ്. ത്രെഡ് ലോക്കർ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് ക്ലച്ച് സെറ്റ് ചെയ്യണം. അതിനുശേഷം EGR ക്ലീനിങ് നടക്കുകയാണ്. അത് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ടൈമിംഗ് ചെയിൻ നമ്മൾ ഇളക്കി ഒട്ടിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ലിങ്ക് റോഡ് കിട്ടണം. അതുപോലെ തന്നെ സ്റ്റഡ് മൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. പിന്നെ എയർ ഫിൽറ്ററുണ്ട്, AC ഫിൽറ്ററുണ്ട്, ഗിയർ ഓയിലും അതുപോലെ തന്നെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മൾ സിന്തറ്റിക് ആയിരിക്കും ഒഴിക്കുന്നത്. 5W30 ആയിരിക്കും ഗ്രേഡ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് വർക്ക് ക്ലച്ചൊക്കെ സെറ്റ് ചെയ്യാം. ഫ്ലൈ വീലൊന്നും യാതൊരുവിധ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് നമ്മൾ പേപ്പർ പിടിച്ച് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യും. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ഇതിൽ 2 ടൈപ്പ് ക്ലച്ച് വരുന്നുണ്ട്. വാല്യൂ വരുന്നുണ്ട്, ലുക്ക് വരുന്നുണ്ട്. അത് കമ്പനി വ്യത്യാസമാണ്. രണ്ടും ഇതിൽ സൂട്ടാവും. ഇത് സ്വിഫ്റ്റ് ഡീസലാണ് ക്ലച്ച് വരുമ്പോൾ. നമ്മൾ ഒരുപാട് വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് സ്വിഫ്റ്റ് ഡീസൽ പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ്. കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും സ്വിഫ്റ്റ് ഡീസലിൻ്റെ ക്ലച്ച് വരുമ്പോൾ. വാല്യൂയാണ് കമ്പനി വരുമ്പോൾ, മാരുതിയിൽ വരുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലച്ച് ഡിസ്ക്കും പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്. നേരത്തെ കണ്ട ക്ലച്ച് ഡിസ്കിനേക്കാളും നല്ല തിക്നെസ് കൂടുതലാണ്. ഇത് ക്ലച്ച് തീരുമ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ചിൽ ക്ലച്ചൊക്കെ താങ്ങുന്ന സമയത്താണ് ഈ തേരിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോഴാണ് ഇതിൻ്റെ ലൈനർ കട്ടായി റിവേറ്റ് പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനാണ് ക്ലച്ച് മാറുന്നത്. ക്ലച്ച് ടൈറ്റ്, പെഡലിൽ ടൈറ്റ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഫിംഗറാണ്. ഈ ഫിംഗറെല്ലാം ടൈറ്റ് ഒരുപാട് ചവിട്ടുമ്പോൾ ഇതിന് ക്ലച്ച് ഫിംഗർ തിക്നെസ്, ഇതിൻ്റെ ഹാർഡ്നെസ് കൂടും. അങ്ങനെയാണ് ക്ലച്ച് ടൈറ്റ് ഉണ്ടാകുന്നത്. അതെല്ലാം ഇനി സ്മൂത്ത് ആയിരിക്കും ക്ലച്ച് ചവിട്ടുമ്പോൾ. പിന്നെ സ്ലാബ് സിലിണ്ടർ ഇതാണ്. നമ്മൾ പഴയ സ്ലാബ് സിലിണ്ടറിനെക്കാളും പൂട്ടൊക്കെ വെച്ചാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴത്തെ ഇതിന് ഇയർ കൊടുത്തിട്ടുണ്ട് 2024. അപ്പോൾ സ്ലാബ് സിലിണ്ടർ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എപ്പോൾ നമ്മൾ ക്ലച്ച് മാറിയാലും ഈ ഒരു സ്ലാബ് സിലിണ്ടർ കൂടി മാറുക. ക്ലച്ചിൻ്റെ ഓപ്പറേറ്റിംഗ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗിയർ ബോക്സ് കയറ്റുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഫ്രണ്ടിലോട്ട് ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിലീസ് ബെയറിങ്ങും സ്ലാബ് സിലിണ്ടറിൻ്റെ ഒരേ വർക്കിംഗ് ആണ്, ഒരുമിച്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വാഹനത്തിലോട്ട് ഫ്ലൈ വീലിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം ക്ലച്ച്. അതുപോലെ തന്നെ ഇത് ഗിയർ ബോക്സിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. സ്ലാബ് സിലിണ്ടർ ഗിയർ ബോക്സിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പൈപ്പ് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. 3 ചുറ്റു ബോൾട്ട് മുടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പൈപ്പ് വഴിയാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വർക്ക് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. ബ്രേക്ക് പോലെയാണ് ക്ലച്ച് ചവിട്ടുമ്പോഴും വർക്ക് ചെയ്യുന്നത്. ഈ ക്ലച്ച് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലച്ച് ഫ്ലൈ വീലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 6 ബോൾട്ട് വരുന്നുണ്ട്. ആ ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഫിംഗറെല്ലാം കൂടി അകത്തോട്ട് പോകും. നമ്മൾ ക്ലച്ച് തീർന്ന ഒരു വാഹനമാണെങ്കിൽ ഇതിൻ്റെ ഫിംഗറെല്ലാം കൂടി ബാക്കിലോട്ട് അരികിയിരിക്കുക. എന്ന് വെച്ചാൽ ക്ലച്ചിൻ്റെ തിക്നെസ്, ക്ലച്ച് ഡിസ്കിൻ്റെ തിക്നെസ് കൂടുമ്പോൾ ഫിംഗറെല്ലാം അകത്തോട്ട് പോകും, കുറയുമ്പോൾ ഫിംഗറെല്ലാം പുറത്തോട്ട് വരും. അതാണ് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സ് എല്ലാം വാഹനത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് മൗണ്ടിങ് പിടിപ്പിച്ച് ആക്സിലെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ EGRും അതുപോലെ തന്നെ ടൈമിംഗ് ചെയിനും നടക്കുന്നത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഇറക്കാതെയാണ് ഈ ഒരു പ്രൊസീജിയർ എല്ലാം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ, 2 ഫൗണ്ടേഷൻ എപ്പോഴും വാഹനത്തിൽ ഇൻസ്റ്റാൾ എപ്പോഴും ഉണ്ടായിരിക്കണം. നമുക്ക് ടൈമിംഗ് ചെയിൻ ഇളക്കുമ്പോൾ ഫ്രണ്ട് റൈറ്റ് സൈഡ് ഫൗണ്ടേഷൻ ആയിരിക്കും നമ്മൾ ഇളക്കുന്നത്, മൗണ്ടിങ് ആയിരിക്കും ഇളക്കുന്നത്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഇളക്കുമ്പോൾ ബാക്ക് ലെഫ്റ്റ് സൈഡ് ഫൗണ്ടേഷനും റിയർ ഫൗണ്ടേഷനും നമുക്ക് ഇളക്കിയാലേ ഗിയർ ബോക്സ് ഊരി വരുള്ളൂ. അപ്പോൾ 3 നമുക്ക് ഒരുമിച്ച് ഇളക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ 2 പ്രൊസീജിയർ രണ്ട് വർക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മാനിഫോൾഡെല്ലാം നല്ല വൃത്തിയാക്കി, സെൻസറെല്ലാം ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ EGR വാൽവെല്ലാം ക്ലീൻ ചെയ്ത് പുതിയ തോലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള കരി ഡസ്റ്റ് എല്ലാം നമ്മൾ വൃത്തിയാക്കി കണ്ടോ, എല്ലാം പക്ക വൃത്തി ഫിനിഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോൾട്ടുകളാണ് സാധാരണഗതിയിൽ ഒടിയുന്നത് കേട്ടോ. ഈ ബോൾട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഗ്രീസൊക്കെ വെച്ച് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ തുരുമ്പ് കയറത്തില്ല. തുരുമ്പ് കയറി ഒക്കെയാണ് ഇത് ഒടിയാൻ സാധ്യത. അപ്പോൾ നമുക്ക് അടുത്ത 1,00,000 കിലോമീറ്റർ ആകുമ്പോഴേ ഇതുപോലെ നമുക്ക് ഇളക്കാൻ കഴിയും, ഇളക്കി നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയും. അപ്പോൾ എപ്പോൾ നമ്മൾ ഇളക്കിയാലും ഗ്രീസൊക്കെ വെച്ച് വേണം സെറ്റ് ചെയ്യാനായിട്ട് ബോൾട്ടിൽ. അപ്പോൾ ഇതാണ് മാനിഫോൾഡ് ആയിട്ടുണ്ട്. ഇനി EGR ക്ലീൻ ചെയ്ത് ഹോസ് ക്ലിപ്പെല്ലാം മാറി സെറ്റ് ചെയ്യണം. തെർമോസ്റ്റാറ്റ് ഇളക്കണം. ക്ലച്ചിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലച്ചിൻ്റെ EGRൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൈമിംഗ് ചെയിൻ ഇളക്കി. അത്യാവശ്യം നല്ല വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. പകുതി കൂടുതൽ വലിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അഡ്ജസ്റ്റ് ഇളക്കി എടുത്തു. പിന്നെ ചെയിന് മാറേണ്ട
രീതി ആയിട്ടുണ്ട്. ഇനി ഒരു 20,000-30,000 ഏകദേശം ഓടാനുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് 2 സ്പ്രോക്കറ്റ്, 2 ഗൈഡ്, പിന്നെ ടൈമിംഗ് ചെയിൻ, അഡ്ജസ്റ്റർ, പിന്നെ വരുമ്പോൾ ടൈമിംഗ് കവർ, പാക്കിങ് ഫ്ലാഞ്ച്, പിന്നെ അതിൻ്റെ ഓയിൽ സീല്, പിന്നെ വാട്ടർ പമ്പ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റും കുഴപ്പമില്ല. ഇവിടെ വെളിയിൽ വരുന്ന ബെൽറ്റ് മാറണം. ഇത്രയാണ് ടൈമിംഗ് ചെയിൻ്റെ പ്രോസസ്സിങ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ പുതിയ ടൈമിംഗ് ചെയിൻ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ 2 സ്പ്രോക്കറ്റ്, 2 ഗൈഡ്, അഡ്ജസ്റ്റർ, പാക്കിങ്, പിന്നെ ടൈമിംഗ് കവർ. പാക്കിങ്ങിൽ ടൈമിംഗ് കവറിൽ ഓയിൽ സീൽ അടിക്കും, പുതിയ ഓയിൽ സീൽ. അപ്പോൾ നമ്മൾ ചെയിന് പുതിയതിൻ്റെ അഡ്ജസ്റ്ററിൻ്റെ തള്ളൽ കണ്ടോ, അത്രത്തോളം ടൈറ്റ് ചെയ്ത് വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന മുന്നേ എഞ്ചിൻ ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ചെയിനിൻ്റെ പുറത്തായിട്ട്. പിന്നെ നമ്മൾ ടൈമിംഗ് ലോക്ക് ചെയ്തിട്ടുണ്ട്, എഞ്ചിൻ ക്രാങ്കും ക്യാമും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ടൈമിംഗ് കവർ സെറ്റ് ചെയ്യും, പിന്നെ ക്രാങ്കേഴ്സ് സെറ്റ് ചെയ്യും, ബെൽറ്റ് ടെൻഷനർ, അതുപോലെ തന്നെ ബെൽറ്റ്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ പരിപാടി കഴിഞ്ഞു, EGR കഴിഞ്ഞു, ഡീസൽ ഫിൽറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഡീസൽ ഫിൽറ്ററാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്റ്റഡ് മൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഡീസൽ ഫിൽറ്റർ, അത്യാവശ്യം നല്ല ബ്ലോക്കഡ് ആയിട്ടുണ്ട്. ഇതാണ് ബ്രസയുടെ ഡീസൽ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ. ഇത് സ്റ്റഡ് മൗണ്ട് ഈ കാണുന്നതാണ്. ഇതും അത്യാവശ്യം നല്ല തിക്നെസ് കുറഞ്ഞ് സ്റ്റഡ് നല്ല പ്ലേ ആയിരുന്നു. 2 നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 2 സ്റ്റഡ് മൗണ്ട്. പിന്നെ ബാലൻസ്ഡ് ബുഷ് ഇതായി കാണുന്നതാണ്. സസ്പെൻഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാലൻസ്ഡ് ബുഷ് ഹോള് ഇതായി കാണുന്നതാണ്. ഹോള് ഓവലായി കഴിഞ്ഞാൽ ബാലൻസ്ഡ് ടിക്കിന് സൗണ്ട് ഉണ്ടാവും, കറക്റ്റ് സ്റ്റെബിലിറ്റി വരത്തില്ല. പിന്നെ തെർമോസ്റ്റാറ്റ് ഇതായി കാണുന്ന തെർമോസ്റ്റാറ്റ് വാൽവ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ബെൽറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മാരുതിയുടെ ഒറിജിനൽ ബെൽറ്റ് 445 രൂപ ബെൽറ്റാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ലിങ്ക് റാഡാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ലിങ്ക് റാഡ് നല്ല ലൂസായിപ്പോയി, നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വർക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി ടൈമിംഗ് ചെയിൻ പശയൊക്കെ തേച്ച് ഒട്ടിച്ചിട്ടതിന് ശേഷം പിറ്റുന്ന രാവിലെ നമ്മൾ ഓയിൽ ഒഴിച്ച്, എഞ്ചിൻ ഓയിൽ 5W30 ഓയിൽ ഒഴിച്ച്, ഓയിൽ ഫിൽറ്റർ മാറി, എയർ ഫിൽറ്റർ മാറി, നമ്മൾ കൂളൻ്റ് ഒഴിച്ചു. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ഓയിൽ 75-90 ഒഴിച്ചിട്ടുണ്ട്, സിന്തറ്റിക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അങ്ങനെ ബ്രസയുടെ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ പിറ്റേ ദിവസം മോർണിംഗ് ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. തലേ ദിവസം നമ്മൾ ക്ലച്ച് കഴിഞ്ഞു, EGR കഴിഞ്ഞു, ടൈമിംഗ് ചെയിൻ കഴിഞ്ഞു, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഓയിൽ പാൻ, ക്രാങ്കേഴ്സ് എന്ന് പറയുന്ന ഓയിൽ പാൻ നമ്മൾ പശ വെച്ച് നല്ല സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പശയൊക്കെ നല്ല ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ലീക്ക് വരത്തില്ല. അപ്പോൾ നമ്മളെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എഞ്ചിൻ ഓയിൽ ഒഴിക്കണം. ഓയിൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്, എയർ ഫിൽറ്റർ മാറി, ഡീസൽ ഫിൽറ്റർ മാറി, ഗിയർ ബോക്സ് ഓയിൽ ഇന്നലെ തന്നെ ആക്സിൽ ഇട്ടതിന് ശേഷം ഒഴിച്ചായിരുന്നു. പിന്നെ AC ഫിൽറ്റർ മാറി, ഇൻ്റർകൂളർ ഇതായി കാണുന്ന ഇൻ്റർകൂളർ നമ്മൾ ഇളക്കി മൊത്തം ക്ലീൻ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ സൈലൻസറും ക്ലീൻ ചെയ്തായിരുന്നു. ക്ലച്ചിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. EGR മാനിഫോൾഡ്, EGR കിറ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഒരു ദിവസം കൊണ്ട് തന്നെ വർക്ക് കംപ്ലീറ്റ് ആക്കി. പിറ്റേ ദിവസം നമ്മൾ പശ ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തതാണ്, ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തതാണ് കസ്റ്റമർ. അപ്പോൾ നമ്മൾ ലിങ്ക് റാഡ് മാറി, സ്റ്റഡ് മൗണ്ട് മാറിയിട്ടുണ്ട്, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാലൻസ്ഡ് ബുഷ് മാറി, 4 വീല് ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ എടുത്തതെന്ന് വെച്ചാൽ ENEOS എന്ന് പറയുന്ന കമ്പനി ഫുള്ളി സിന്തറ്റിക് 5W30 ആണ്. ENEOS 3.5 ലിറ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡൂറോകൂളിൻ്റെ കൂളൻ്റ് ഒരു 3 ലിറ്റർ, ബാക്കി മിനറൽ വാട്ടർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലൊഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൂളൻ്റ് ഒഴിച്ചു, എഞ്ചിൻ ഓയിൽ ഒഴിച്ചു, ഓയിൽ ഫിൽറ്റർ മാറി. ഇനി നമുക്ക് ഡീസൽ ഫിൽറ്റർ മാറിയതുകൊണ്ട് ഡീസൽ ലോഡ് ചെയ്യണം. ഡീസൽ ഫിൽറ്റർ ഇതായി കാണുന്നതാണ്. അപ്പോൾ ഡീസൽ ലോഡ് ചെയ്ത് നിറയ്ക്കണം. അത് ലോ പ്രഷർ പമ്പ് വഴി ഹൈ പ്രഷർ പമ്പിലോട്ട് ലോഡ് ചെയ്യുമ്പോൾ എൻജിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ വാഹനം. നല്ല സ്മൂത്ത് സൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ കയറി വരാൻ കുറച്ച് പാടാണ്. എന്ന് വെച്ചാൽ ഓയിൽ മൊത്തം നമ്മൾ ചോർത്തി എടുത്തതുകൊണ്ട് ഓയിൽ കയറി എല്ലാ സ്ഥലത്തും എത്താനായിട്ട് ഒരു 10 സെക്കൻഡോളം എടുത്തു. അപ്പോൾ എല്ലാം ഓക്കെയാണ്, എല്ലാ ഭാഗത്തും ഓയിൽ കയറിയിട്ടുണ്ട്, സൗണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റും പുതിയ ബെൽറ്റും നമ്മൾ ചേഞ്ച് ചെയ്തു ഇതിനോടൊപ്പം. അപ്പോൾ നമ്മൾ അടിസൈഡിൽ നോക്കാം എങ്ങനെയാണെന്ന്. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണം, ഒരു 10 കിലോമീറ്റർ വണ്ടി ഓടിച്ച് നോക്കണം, എങ്കിലേ നമുക്ക് ഇതിൻ്റെ ലീക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമ്മളതിൻ്റെ ഹോസ്, തെർമോസ്റ്റാറ്റ് എല്ലാം മാറിയതുകൊണ്ട് എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചിട്ട് വേണം കസ്റ്റമറിന് ഇത്രയും ലോങ് ഓടി പോകാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു അരമണിക്കൂർ ഇട്ടിരിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ അടിസൈഡിൽ ഓയിലേക്കോ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അടിസൈഡ് നല്ല ഫുൾ അടിപൊളി റണ്ണിങ് ആണ്, നല്ല സ്മൂത്ത് സൗണ്ടാണ്. നോർമൽ ഒരു DDIS സ്വിഫ്റ്റിൻ്റെ എൻജിൻ്റെ സെയിം സൗണ്ടാണ് കേട്ടോ, നല്ല സ്മൂത്താണ്, എല്ലാം ഓക്കെയാണ്. ബാലൻസ്ഡ് ബുഷ് എന്ന് പറഞ്ഞാൽ ഇതാണ്, 2 സൈഡും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് ജർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഓടിച്ച് നോക്കിയപ്പോൾ. ലിങ്ക് റാഡ് ഇതാണ്, സ്റ്റെബിലൈസർ ലിങ്ക് റാഡ്. ലോവർ ആമും പിന്നെ സ്റ്റിയറിംഗ് ബോക്സും വലിയ കംപ്ലൈൻറ്റ് ഇല്ല. അങ്ങനെ ഗൈസ് നമ്മളെ ഈ ഒരു ബ്രസയുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളെ വാഹനം ഓടിച്ച് നോക്കി, കസ്റ്റമർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൈമിംഗ് ചെയിന്, ക്ലച്ച്, EGR ഈ 3 വർക്കാണ് മെയിനായിട്ടും ചെയ്തത്. അതിനോടൊപ്പം ഈ ഒരു വാഹനത്തിന് നമ്മൾ സസ്പെൻഷൻ വർക്കുമായിട്ട് സ്റ്റഡ് മൗണ്ടിങ് 2 സെറ്റ് മാറി. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് റോഡ്, കാലിബർ,
ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ബാലൻസോട് പുഷ് ബ്രേക്ക് കംപ്ലീറ്റ് ഒരു വാഹനത്തിൻ്റെ ടു Z നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കാം എങ്ങനെയുണ്ട്. നമ്മൾ 10 കിലോമീറ്റർ വാഹനം ഓടിച്ചു നോക്കി, അതുപോലെ തന്നെ 1 മണിക്കൂറോളം വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ലിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കസ്റ്റമറുമായിട്ട് റിവ്യൂ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഞാൻ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ 2017 എടുത്ത വണ്ടിയാണ്. ഓൾമോസ്റ്റ് 5 വർഷത്തോളം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടുകാരാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ സർവീസും മെയിൻ്റെനൻസും പക്കയല്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് വണ്ടി ഓടിച്ചപ്പോൾ പെർഫോമൻസിലും അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ടിലും ഭയങ്കര കുറവ് തോന്നി. അപ്പോഴാണ് ഞാൻ പിന്നെ ഞാൻ വളരെ കുറച്ച് നാളെ നാട്ടിലുണ്ടായുള്ളൂ. അപ്പോൾ ജർമ്മനിയിൽ ഇരിക്കുമ്പോൾ എങ്ങനെ ഇതൊന്ന് സർവീസ് ചെയ്യണം, എങ്ങനെ ഒരു നല്ല സർവീസ് സെൻറ്റർ നോക്കി തപ്പി യൂട്യൂബിൽ നിന്നാണ് ഷാജഹാൻ ചേട്ടനെ ഷാജഹാൻ ചേട്ടനെ എനിക്ക് കോൺടാക്ട് കിട്ടിയത്. ഞാൻ ഇപ്പോൾ ഈ വർഷം നാട്ടിൽ വന്നപ്പോൾ നേരെ വിളിച്ചു. ജർമ്മനിയിലായിരിക്കുമ്പോൾ തന്നെ വിളിച്ചു. നാട്ടിലെത്തിയിട്ട് ചേട്ടൻ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു, നേരെ ഇങ്ങ് വന്നു. ചേട്ടൻ ആദ്യം തന്നെ ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ സസ്പെൻഷൻ്റെ കാര്യം ഞാൻ അത് എൻ്റെ മൈൻഡിലില്ലായിരുന്നു. ഞാൻ ചേട്ടനോട് ലിസ്റ്റ് കൊടുത്തായിരുന്നു, അപ്പോൾ അതിലില്ലായിരുന്നു. പക്ഷേ ചേട്ടൻ ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ സസ്പെൻഷൻ്റെ എന്തൊക്കെ മാറ്റണമെന്ന് ചേട്ടന് മനസ്സിലായി. അതെല്ലാം മാറ്റി. ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ഓടിക്കുമ്പോൾ തന്നെ ആ നോയ്സും ആ വൈബ്രേഷനും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ വർക്കും അടിപൊളിയായിരുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്നലെ 9 മണിക്കാണ് ഞാൻ അവിടെ എത്തിയത്. ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ വർക്കും ചേട്ടൻ്റെ ടീമും 2 പേരുണ്ട്. അവരെല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ എല്ലാ വർക്കും ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ പേസ്റ്റിങ് പൊട്ടാൻ വേണ്ടി സോൾഡ് ആവാൻ വേണ്ടി കാത്തു നിന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ വന്ന് എല്ലാ ഫ്ലൂയിഡ് ഒഴിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നല്ല വർക്കാണ്. ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ, വണ്ടി ഓടിച്ചു നോക്കിയാൽ പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയുണ്ടെന്ന് മെയിൻലി നമ്മൾ ആ റൈഡിങ് കംഫർട്ടിൽ തന്നെ സസ്പെൻഷൻ്റെ വർക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ വൈബ്രേഷൻ കുറഞ്ഞു, ക്യാബിൻ നോയ്സ് ഉള്ളിലുള്ള നോയ്സ് കുറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല, പെർഫോമൻസ് കുറവ്. ആ സർവീസിൻ്റെ മോശം സർവീസും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസ് തന്നെ കുറഞ്ഞിരുന്നു. അത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമുക്ക് ആ ഡീസൽ ടെർബോ ഓടിക്കുമ്പോൾ ഉള്ള ഫീല് തിരിച്ച് കിട്ടിയെന്ന് തന്നെ ഞാൻ പറയുന്നു. ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ 3 പേരുണ്ട്. 3 പേര് 3 ദിവസത്തെ വർക്കാണ് ഒരു ദിവസം കൊണ്ട് തീർത്തതെന്ന് പറയാനായിട്ട്. എന്താ വെച്ചാൽ ടൈമിംഗ് ചെയിന് മാത്രം ചെയ്യാനായിട്ട് ഒരു ദിവസം ഫുള്ള് കാണും. അതിനോടൊപ്പം നമ്മൾ EGR ചെയ്തു. അതുപോലെ തന്നെ EGRൻ്റെ ഫുൾ വർക്ക്, ഇന്റർകൂളർ, സൈലൻസർ, മാനിഫോൾഡ് വരെ ക്ലീൻ ചെയ്തായിരുന്നു, നമ്മുടെ വീഡിയോയിലുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലച്ചിൻ്റെ ഫുൾ വർക്ക്, നമ്മൾ സ്ലാബ് സിലിണ്ടർ, ക്ലച്ച് എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു. സർവീസ് വർക്ക് ചെയ്തായിരുന്നു. എല്ലാം ഒരു വണ്ടിയുടെ ടു Z ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞതുപോലെ തന്നെ ക്രാങ്കേഴ്സ് ഓയിൽ പാൻ ഒട്ടിച്ചിടാനായിട്ടാണ് ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്തു. പുള്ളിക്കാരിവിടെ സ്റ്റേ ചെയ്തു, അല്ലെങ്കിൽ അന്ന് തന്നെ പോകായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്തത് ഒരു ദിവസം ഇവിടെ വണ്ടി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അടുത്ത 1 ലക്ഷം കിലോമീറ്റർ ഓയിൽ ലീക്കൊന്നും ഇല്ലാതെ നമുക്ക് ഓടാൻ പറ്റും എന്നുള്ള രീതി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 2 ദിവസം ആയിട്ടില്ല. ഇപ്പം മോർണിംഗ് ഒരു 11 മണി ആയിട്ടുണ്ട്. പിറ്റേ ദിവസം എഞ്ചിൻ ഓയിൽ ഒഴിച്ച് കൂളാൻ്റെ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചൊക്കെ നോക്കി ബാക്കി ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തത് അതെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി പുള്ളിക്കാരൻ തിരിച്ച് അങ്കമാലിക്ക് പോകണം. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് തിരിച്ച് വീണ്ടും ജർമ്മനിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. വിളിച്ചേക്കുന്ന നമ്പറല്ല, പക്ഷേ വാട്സപ്പിൽ കോളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ സമയം കിട്ടുമ്പോൾ റിപ്ലൈ തന്ന് ഒരു ദിവസം ഞാൻ പറയാം. അപ്പോൾ ആ ദിവസം നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വർക്കാണെങ്കിൽ അന്ന് തന്നെ നിങ്ങളെ തിരിച്ച് വിടുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ വർക്കാണെങ്കിൽ 2 ദിവസം ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വരുന്നതിൽ ഡീസൽ ചിലവും അവിടുത്തെ നിൽക്കുന്ന ചിലവും എല്ലാം നിങ്ങൾക്ക് ലാഭമായിരിക്കും. നമ്മളെ 3-4 പേരെ ശമ്പളം മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്രയും വർക്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ.